ഹലോ ഫ്രണ്ട്സ്, ടിപ്സ് ഫോർ ജർമ്മനി എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മൻ ഗവൺമെന്റ് കഴിഞ്ഞ 2020 ജൂൺ മുതൽ എല്ലാ സ്റ്റുഡൻസിനും €500 സ്റ്റൈഫൻഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ പല സ്റ്റുഡൻസും ഇപ്പോഴും അത് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുകയോ കിട്ടുകയോ ചെയ്യുന്നില്ല. ധാരാളം കുട്ടികൾക്ക് KfW ലോണിനെ കുറിച്ച് അറിയാം. അവർ അപ്ലൈ ചെയ്യുന്ന €650 മന്ത്ലി കിട്ടുന്നുണ്ട്. ഈ KfW ലോൺ അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് പലരും ഈ ഊബർ ബ്രിഡ്ജിങ് ഹെൽപ്പിന് അപ്ലൈ ചെയ്തില്ല. കാരണം അത് കിട്ടത്തില്ല എന്ന് വിചാരിച്ചത്. പക്ഷെ അത് അങ്ങനെയല്ല. അങ്ങനെ അപ്ലൈ ചെയ്താലും കിട്ടും. അതെങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് ഡോക്യുമെന്റേഷൻ എങ്ങനെ കൊടുക്കുക, എന്തൊക്കെ കണ്ടന്റ് ആണ് ഇത് ഉൾപ്പെടുത്തേണ്ടത്, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു പേജിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ത്രൂ ഈ ഹോം പേജിൽ കയറുക. ഈ ഹോം പേജിൽ ഈ ബാം സ്കോളർഷിപ്പ് ആർക്കൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ള, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏതൊക്കെ യൂണിവേഴ്സിറ്റി, ഏതൊക്കെ കോഴ്സ് പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യുന്ന ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ മാസം അവൈലബിൾ ആണ്. ഇന്ത്യയിൽ നിന്നും മറ്റും വന്ന് 1 വർഷം കഴിഞ്ഞവർ മാത്രമേ അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം നമ്മൾ ബ്ലോക്ക് അക്കൗണ്ട് 1 വർഷത്തേക്ക് ഇട്ടിട്ടാണല്ലോ നമ്മൾ നാട്ടിൽ നിന്ന് കയറി വരുന്നത്. അപ്പോൾ ആ ബ്ലോക്ക് അക്കൗണ്ട് പൈസ അക്കൗണ്ടിൽ വരുന്നവർക്കൊന്നും ഇത് അപ്ലൈ ചെയ്താൽ കിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നമ്മളൊരു ഇമെയിൽ ID ഫില്ല് ചെയ്യുക. ശേഷം ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനോട് നമ്മൾ കറൻ്റ്ലി പഠിക്കുന്ന കോളേജ് ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. അതിനുശേഷം താഴെ ഡേറ്റ പ്രൊട്ടക്ഷൻ ഇൻഫർമേഷൻ അവിടെ ടിക്ക് കൊടുക്കുക. താഴെ അവരൊരു സെക്യൂരിറ്റി കോഡ് തരുന്നുണ്ട്. ആ സെക്യൂരിറ്റി കോഡ് ഫില്ല് ചെയ്ത് കണ്ടിന്യൂ അടിക്കുക. ഇവർ ഈ ലിസ്റ്റിൽ കൊടുത്തേക്കുന്ന കോളേജുകളിലുള്ള സ്റ്റുഡൻസിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. കാരണം ഇപ്പം ബെർലിനിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ TU ബെർലിൻ ആയിരിക്കും നമുക്ക് ഈ സ്കോളർഷിപ്പ് അലോ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ മെയിൽ ID നമ്മൾ രജിസ്റ്റർ ചെയ്ത മെയിൽ ID ഒരു 6 ഡിജിറ്റ് ടോക്കൺ നമ്പർ വരും. ഈ ടോക്കൺ നമ്പർ ഒരു 2 മണിക്കൂറത്തേക്ക് വാലിഡ് ആണ്. നമ്മൾ ആ ടോക്കൺ നമ്പർ മെയിൽ ID നിന്ന് എടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. ഈ ഒരു പേജും കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ നമുക്കൊരു 5 ഓപ്ഷൻ ഇവർ ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് ആദ്യത്തെ ഓപ്ഷനും 4ാമത്തെ 5ാമത്തെ ഓപ്ഷൻ ഇടുക. നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു പബ്ലിക് യൂണിവേഴ്സിറ്റി എൻറോൾ ചെയ്ത് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെന്നും, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ടിക്ക് കൊടുക്കുക. കാരണം നമ്മൾ പാർട്ട് ടൈം ആയിട്ട് പഠിക്കുന്നത്, അങ്ങനെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഇത് കിട്ടില്ല. 3ാമത്തെ ഓപ്ഷനും ടിക്ക് ചെയ്ത് അത് നമ്മൾ ഗസ്റ്റ് ആയിട്ട് മറ്റ് കൺട്രി കോഴ്സ് ചെയ്തിട്ട് 6 മാസത്തേക്ക് ജർമ്മനി വന്ന് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെന്നുള്ളത് അത് ഓപ്ഷൻ കൊടുക്കരുത്. അതിനുശേഷം കയറുന്ന ഈ ഒരു പേജിൽ നമ്മൾ നമ്മുടെ ബേസിക് ഇൻഫർമേഷൻ എല്ലാം ഫില്ല് ചെയ്യുക. നമ്മുടെ പാസ്പോർട്ടിൻ്റെ നമ്പർ, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ജെൻഡർ, നമ്മുടെ അഡ്രസ്സ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റി രജിസ്ട്രേഷനകത്തുള്ള അഡ്രസ്സ് മാത്രമേ നമ്മളിത് ഫില്ല് ചെയ്യാവൂ. നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ ജർമ്മൻ മൊബൈൽ നമ്പർ, ഈ ഇൻഫർമേഷൻ എല്ലാം തന്നെ ഈ ഒരു പേജിൽ നമ്മൾ ഫില്ല് ചെയ്യണം. നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും നമുക്ക് പിന്നെ തിരുത്താനായിട്ട് ഒരു ഓപ്ഷൻ കാണാതെ നമ്മളിവിടെ ഫില്ല് ചെയ്ത് മുന്നോട്ട് പോയി ഓക്കെ അടിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ എല്ലാ മന്ത്ലിയും ഈ ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്യണം. എല്ലാ മന്ത്ലിയും റിന്യൂ ചെയ്യുന്ന സ്റ്റെപ്പ് നമ്മൾ പാർട്ട് 2 ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ തന്നെ എല്ലാം കൂടെ ചെയ്യുമ്പോൾ വീഡിയോ ഭയങ്കര ലെന്തി ആയിപ്പോൾ. അതുകൊണ്ട് നമ്മളിത് 2 സ്റ്റേജ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ബേസിക് ഇൻഫർമേഷൻ ഫില്ല് ചെയ്യുന്ന വീഡിയോ മാത്രമേ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. മന്ത്ലി റിന്യൂവൽ ചെയ്യുന്നതും ഫസ്റ്റ് ടൈം നമ്മുടെ ബേസിക് ഡാറ്റ, നമ്മുടെ ജോബ് നഷ്ടപ്പെട്ടത്, കൊറോണ നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്തു തുടങ്ങിയ ഇൻഫർമേഷനൊക്കെ നമ്മൾ പാർട്ട് 2-ലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു പേജിലാണ് നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. ആദ്യം നമ്മുടെ തന്നെ ഒരു സെൽഫി എടുക്കുക. അതിനുശേഷം നമ്മുടെ ഡോക്യുമെന്റ് നമ്മുടെ ഫേസിനോട് ചേർത്ത് വെച്ച് ഒരു സെൽഫി എടുക്കുക. അതിനുശേഷം ഈ ഒരു പേജിൽ തന്നെ താഴെയായിട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് അവർ തരും. അപ്പോൾ എൻ്റെ കോഡ് 244853 എന്നൊരു കോഡാണ്. ഈ കോഡ് ഒരു വെള്ള പേപ്പറിൽ എഴുതി നമ്മുടെ ഫേസിനോട് ചേർത്ത് പിടിച്ച് ആ സൈഡിൽ കാണിച്ചേക്കുന്ന ഫോട്ടോ പോലെ നമ്മളൊരു സെൽഫി എടുക്കുക.
ഈ ഡോക്യുമെൻ്റ് എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ സിറ്റി രജിസ്ട്രേഷൻ, ഈ ഒരു പേജിൽ തന്നെ നമ്മുടെ ഫോട്ടോ, പാസ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ID കാർഡ് വെച്ചൊരു ഫോട്ടോ, ഇത് തരുന്ന വേരിഫിക്കേഷൻ കോഡ് വെച്ചൊരു ഫോട്ടോ, പിന്നെ നമ്മുടെ സിറ്റി രജിസ്ട്രേഷൻ, മിൽഡ് ബിഷാനി, ഇത്രയും ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം തന്നെ തെറ്റിക്കാതെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഇനി ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്പോർട്ട് ഫേസിനോട് ചേർത്ത് പിടിക്കുമ്പോൾ ആ ഫോട്ടോ സൂം ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ക്ലിയർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ എടുക്കണം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോയി, നെക്സ്റ്റ് പേജിൽ നമ്മൾ നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ എൻറോൾ ചെയ്തേക്കുന്ന നമ്മുടെ കോളേജിൻ്റെ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ എൻറോൾമെൻറ്റ് നമ്പർ, സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ് നമ്പർ നമ്മൾ മേളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കറൻ്റ്ലി ഈ സ്കോളർഷിപ്പ് 2021 മാർച്ച് 31 വരെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് കൊറോണ സിറ്റുവേഷൻ വെച്ച് ഈ സ്കോളർഷിപ്പ് അടുത്ത ജൂൺ വരെ എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ ഈ മാർച്ച് 31 മുമ്പ് അപ്ലോഡ് ചെയ്യുക ഡോക്യുമെൻറ്റ്സ്. ഇതേപോലെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. ഈ വ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. റിമൂവ് ഓപ്ഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെയ്ത ഡോക്യുമെൻ്റ് റിമൂവ് ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻ്റ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ നെക്സ്റ്റ് പേജിൽ പോവുക. നമ്മൾ ബേസിക് ഡേറ്റ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളെ കൊറോണ എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ ഗവൺമെൻറ്റിന് പ്രൂവ് ചെയ്യണം. ഈ ഡോക്യുമെൻ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നമ്മൾ പാർട്ട് 2 വീഡിയോയിൽ കാണാം. ഈ പ്രൊസീജിയർ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഓരോ മന്തിൽ റിന്യൂവലിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരൊറ്റ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിന്റെ കണ്ടിന്യൂവേഷൻ പാർട്ട് 2 കാണാം. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഈ ഡോക്യുമെന്റേഷൻ കൊടുക്കേണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ജർമ്മൻ സ്റ്റുഡൻസ് എത്ര പേര് ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാണുന്ന സ്റ്റുഡൻസിന് 2021 മാർച്ച് വരെ ഇത് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് KFW അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിത് പ്രോപ്പറായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് നിങ്ങൾക്ക് കമന്റിൽ എഴുതി അറിയിക്കുക. നമ്മുടെ മെയിൽ ID താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജർമ്മനിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഹെൽപ്പോ ജർമ്മനിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അറിയാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ അയക്കുക. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഡേറ്റ അപ്ലോഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതിന് വരെ എല്ലാവർക്കും ചൂസ്.